മൈഗ്രെയിൻ ആയിക്കോട്ടെ, അതുപോലെ ഒത്തിരി രോഗങ്ങൾ, ഇഷ്ടംപോലെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ മരുന്ന് കഴിക്കലാണ് ഒരാളെ രോഗിയാക്കി മാറ്റുന്നത്. ഇപ്പം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഡയബറ്റിക്സ്, പ്രമേഹം. ഇത് മുഴുവനും മരുന്ന് കഴിച്ചിട്ടുണ്ടാക്കിയ രോഗങ്ങളാണ്. സ്റ്റീറോയിഡ്സ് അതുപോലുള്ള മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പ്രമേഹ രോഗം ഉണ്ടാക്കി മാറ്റും. അപ്പോൾ അതിനൊരു മരുന്ന് കൊടുക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് അത് കഴിക്കണം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരം മരുന്ന് കഴിച്ചിട്ടാണ് അൾസർ ഉണ്ടാവുന്നത് മനസ്സിലാക്കി. ഇനി ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാലം കൂടി കഴിയും. തേങ്ങയുടെ എണ്ണ കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത്. എന്നിട്ട് അത് മാറ്റിയിട്ട് പാം ഓയിലും സൂര്യകാന്തി എണ്ണയൊക്കെ നമ്മളെ കഴിക്കാൻ പഠിപ്പിച്ചു, നിർബന്ധിപ്പിച്ചു. അങ്ങനെ അത് കഴിച്ചു നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടായി. ഇന്ന് ലോകം തന്നെ ഭരിക്കുന്നത് മരുന്ന് മാഫിയ. എങ്ങനെ നമ്മളെ എത്ര കാലം നമ്മളെ മരുന്ന് കഴിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്ന അവസ്ഥ വന്ന ഒരാളെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും നോക്കിക്കോളൂ. അവരുടെ ഓർമ്മശക്തി ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം തൊട്ട് കുറഞ്ഞിട്ടുണ്ടാകും. ഷോർട്ട് ടേം മെമ്മറി. ഈ പറയുന്നതെല്ലാം ഞാൻ പറഞ്ഞു വന്ന അതാണ്. ഇതെല്ലാം ബിസിനസ്സാണ്, ഏറ്റവും വലിയ ബിസിനസ്സാണ് ഇത്. എന്നാൽ ആയുർവേദത്തിൽ ബിസിനസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആയുർവേദത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ് അന്ന് പറയുന്നതിന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജീവിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ബിസിനസ്സാക്കി കൊണ്ടുകൊടുക്കാൻ ശരിയായ രീതിയിൽ ആയുർവേദം പഠിച്ച ഒരാളെ കൊണ്ട് കഴിയില്ല. സർവീസ് മൈൻഡഡ് ആണ് നമ്മളെപ്പോഴും.